പ്രൈസ് ദ ലോർഡ്. വിട്ടുമാറാതെ ഒന്നിനുമേലൊന്നായി പ്രതിസന്ധികൾ മാത്രം അനുഭവിക്കുകയും പ്രതിസന്ധികളുടെ ഒരു ഒഴുക്ക് തന്നെ ജീവിതത്തിൽ തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ചിന്തിച്ചോ, വലിയൊരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്യും. വളരെ ശ്രദ്ധയോടെ സന്ദേശം ശ്രവിക്കുക. ഇന്നത്തെ ചിന്ത ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വേദഭാഗമാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. യോസഫ് എന്ന ദൈവമനുഷ്യനെക്കുറിച്ച് വളരെ സുപരിചിതമായി നാം പഠിച്ചിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഞാൻ ഷെയർ ചെയ്യുകയാണ്. യോസഫ് ഒരു സ്വപ്നം കണ്ടപ്പോൾ തൻ്റെ സ്വപ്നങ്ങൾ തൻ്റെ സഹോദരന്മാരോട് താനത് ഷെയർ ചെയ്തപ്പോൾ അവർ അവനെ നിരുത്സാഹപ്പെടുത്തുകയും അവനെ മാറ്റി നിർത്തുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കുള്ള സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ, നമ്മളോടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയതാണെങ്കിൽ, ഒന്നു മാറി പ്രതിസന്ധികൾ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ ഓർത്തോ, വലിയൊരു ദൈവപ്രവൃത്തി നമ്മുടെ ലൈഫിനകത്ത് ദൈവം ചെയ്യാൻ പോവുകയാണ്. 2025 പ്രാരംഭ മാസങ്ങളിൽ തന്നെ നമ്മെ അതിശയിപ്പിക്കുന്ന നിലയിൽ മറ്റുള്ളവർ കാണുകെ അവർ തമ്മിൽ പറഞ്ഞ അവൻ എന്താണ് ഭവിക്കാൻ പോകുന്നത്, അവനിനി എന്നും ആകത്തില്ല എന്ന്, അവൻ എന്താകുമെന്നൊക്കെ പറഞ്ഞ വ്യക്തികളുടെ നടുവിൽ, അവരുടെ മുൻപിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും. യോസഫിൻ്റെ സ്വപ്നം ഒന്നുമല്ലാതാക്കി മാറ്റാൻ, യോസഫിൻ്റെ സ്വപ്നത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ 18-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് പഠിക്കുന്നത്: അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി അവർ ദുരാലോചന ചെയ്തു. ഒന്ന്, യോസഫ് സഹോദരന്മാരുടെ ക്ഷേമം അറിയുവാൻ പോകുമ്പോൾ അവനെ ദൂരത്ത് നിന്ന് കണ്ടപ്പോഴേ, അവൻ അടുത്തു വരുന്നതിന് മുമ്പേ അവരെല്ലാം കൂടി ഒരു ദുരാലോചന ഒരുക്കുകയാണ്. എന്താ അവരുടെ ദുരാലോചന? അവരുടെ ചിന്ത എന്താണ്? അവൻ്റെ സ്വപ്നത്തെ നമുക്ക് നശിപ്പിക്കണം. അവരുടെ ദുരാലോചന ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേലൊരു വിളിയുണ്ടെങ്കിൽ, ഒരു നിയോഗമുണ്ടെങ്കിൽ, നമ്മുടെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് മനസ്സിലാക്കി ആരെങ്കിലും, ചുറ്റുമുള്ളവർ, സഹോദരങ്ങൾ ആരെങ്കിലുമൊക്കെ ആ സ്വപ്നത്തെ മണ്ണിട്ടു മൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആ വാഗ്ദത്തവും ആ നിയോഗവും തന്നത് സർവശക്തിയുള്ള ദൈവമാണെങ്കിൽ, ആ വാഗ്ദത്തത്തെ, ആ നിയോഗത്തെ ആരാലും മണ്ണിട്ടു മൂടിക്കളയാനോ ആരാലും നശിപ്പിച്ചു കളയുവാനോ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ദുരാലോചന ചെയ്തത് അവനെ നമുക്ക് നശിപ്പിച്ചു കളയാം. ആമേൻ. അതാ അവൻ സ്വപ്നക്കാരൻ വരുന്നു, വരുവി നാം അവനെ കൊന്നൊരു കുഴിയിലിടാം. അവൻ്റെ സ്വപ്നം മണ്ണിട്ട് മൂടിക്കളയാൻ, അവൻ്റെ സ്വപ്നം ആ ഭൂമിയിൽ നശിപ്പിച്ച് കളയാൻ സഹോദരന്മാർ ദുരാലോചന ചെയ്യുകയാണ്. അതിൻ്റെ നടുവിൽ ദൈവം അവനോടുള്ള നീതി വെളിപ്പെടുത്തുന്നത് അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഒത്തിരി അങ്ങ് കഷ്ടം അനുഭവിക്കുകയും ഒത്തിരി അങ്ങ് നിന്ന കേൾക്കുകയും കൂടെ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നെങ്കിൽ ഓർത്തോ, വലിയൊരു നിയോഗമുണ്ട് നമ്മുടെ മേൽ, വലിയൊരു ദൈവപ്രവൃത്തി നമ്മുടെ മേലുണ്ട് എന്ന് നാം ചിന്തിക്കുവാനിടയായി തീരണം. നമ്മളെ നിന്ദിക്കുമ്പോഴും അപമാനിക്കുമ്പോഴും അപഹസിക്കുമ്പോഴും ഒരു പക്ഷേ നാം ചിന്തിക്കുന്നത് നാം തളർന്നു പോകുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. എന്തിനാ
എന്തിനാണ് ഈ ജീവിതം, എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്കൊരു ചോദ്യം ഉണ്ടാകാം. പക്ഷെങ്കിൽ ഒത്തിരി അങ്ങ് അപമാനിക്കപ്പെടുമ്പോൾ, ഒത്തിരി അങ്ങ് താഴ്ത്തപ്പെടുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ, അടയാളങ്ങളെ ചെയ്യുവാൻ സന്നദ്ധനാണെന്ന് ഇന്ന് ഈ സന്ദേശത്തിലൂടെ നാം മനസ്സിലാക്കുവാനിടയായി തീരണം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതെ, അവരാദ്യം ദുരാലോചന എന്ത് ചെയ്തു? അവനെ കൊല്ലാമെന്നുള്ള ദുരാലോചന ഒരുക്കി. രണ്ടാമെന്ന് അവർ ചിന്തിക്കുക, ഒരു ദുഷ്ടമൃഗം അവനെ കൊന്നു കളഞ്ഞെന്ന് നമുക്ക് എന്ത് ചെയ്യാം? അപ്പനോട് പറയാമെന്ന്. അവനെ കൊന്നു കളഞ്ഞിട്ട്, അവൻ്റെ സ്വപ്നത്തെ ഒന്നുമല്ലാതാക്കി കളഞ്ഞിട്ട്, അവനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അപ്പനോട് ചെന്ന് നമുക്ക് പറയാം, അവനെ ഒരു ദുഷ്ടമൃഗം കൊന്നു കളഞ്ഞു എന്ന് പറയാമെന്ന്. ദൈവത്തിന് സ്തോത്രം. അവർ ദുരാലോചന കൂടുകയാണ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നമുക്കെതിരെ ദുരാലോചന ചെയ്യുന്ന ചില ദുരാലോചനകളെ വ്യർത്ഥമാക്കി കളഞ്ഞിട്ട് നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യാൻ, അത്ഭുതങ്ങളെ ചെയ്യാൻ സർവശക്തിയുള്ള ദൈവത്തിന് കഴിയും. യോസേപ്പെ, അങ്ങ് മിണ്ടാതെ നിന്നാ മതി. സഹോദരന്മാർ ദുരാലോചന ചെയ്തോട്ടെ, സഹോദരന്മാർ പദ്ധതികൾ ഒരുക്കിക്കോട്ടെ. എന്നാൽ ആ പദ്ധതികളൊന്നും സ്തോത്രം നിറവേറ്റാതെ വണ്ണം ദൈവത്തിൻ്റെ കരം യോസേഫിൻ്റെ മേൽ ചലിക്കും. കർത്താവിന് സ്തോത്രം. എന്നാൽ തുടർമാനമായി ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, സഹോദരന്മാർ അവനെതിരായി. സഹോദരന്മാർ നിമിത്തം അവൻ പൊട്ടക്കിണറിനകത്തേക്ക് വീഴപ്പെട്ടു. സഹോദരന്മാർ നിമിത്തം അവൻ അടിമയായി വിൽക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അവൻ വല്ലാത്ത സംഘർഷവും പ്രതിസന്ധിയും അനുഭവിച്ചു. തീർന്നില്ല. കാരാഗ്രഹം, വീട്ടുതടങ്കൽ ഒക്കെ അവൻ ആ കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ വീട്ടുതടങ്കലിലായി മാറി പ്രതിസന്ധിയാണ്. ഒരു പ്രതിസന്ധി മാറുമ്പോൾ അല്പം ഒരു ആശ്വാസം ലഭിക്കും, പ്രാർത്ഥിച്ചൊരാശ്വാസം ലഭിക്കുമെന്നൊക്കെ പ്രതീക്ഷയോടിരിക്കുമ്പോൾ അതിലൊരു രൂക്ഷമായ പ്രതിസന്ധികളാണ് പലപ്പോഴും പിന്നെയും ഫേസ് ചെയ്യാൻ വരുന്നത്. അതിനർത്ഥം കർത്താവ് നമ്മെ കണ്ടിട്ടില്ല എന്നുള്ളതല്ല, ദൈവം നമ്മെ കാണുന്നില്ല എന്നുള്ളതല്ല, അധികം മഹത്വത്തോടെ നമ്മെ ചേർത്തു പിടിക്കുന്നൊരു സമയമുണ്ടെന്നുള്ളത് ഈ സന്ദേശത്തിലൂടെ നാം മനസ്സിലാക്കുവാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. എത്ര പരിശ്രമിച്ചിട്ടും സ്തോത്രം തകരുന്ന ഒരവസ്ഥ നമ്മുടെ മുന്നിൽ കാണുകയാണ്. അതിൻ്റെ അർത്ഥം കർത്താവ് കൈവിട്ടിട്ടില്ല. അധികം മഹത്വത്തോടെ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനിടയായി തീരും. കാരാഗ്രഹം മാറിയപ്പോൾ കാരാഗ്രഹത്തിനകത്ത് കിടന്ന വ്യക്തിയെ സ്വപ്നമൊക്കെ പറഞ്ഞു കൊടുത്തു പോകുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന് പറഞ്ഞു, ഓർക്കാമെന്ന് പറഞ്ഞു വാക്കു കൊടുത്തവൻ മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നന്മ അനുഭവിച്ച, അല്ലെങ്കിൽ അവിടെ ആയിരിക്കുമ്പോൾ യോസേഫ് ആ വ്യക്തിയും തമ്മിൽ നല്ല സൗഹൃദം പുലർത്തി. എന്നാൽ ആ വ്യക്തി ഓർക്കുമെന്നൊക്കെ വാക്ക് പറഞ്ഞിട്ട് പോയി. എന്നാൽ അവൻ രക്ഷപ്പെട്ടപ്പോൾ യോസേഫിനെ മറന്നു. പക്ഷെങ്കിൽ യോസേഫിനെ മറക്കാത്ത, യോസേഫിന് സ്വപ്നം കൊടുത്ത, യോസേഫിന് നിയോഗം കൊടുത്ത ഒരു നല്ല കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് 41-ാം അധ്യായത്തിൽ തെളിയിക്കുകയാണ്. 41-ാം അധ്യായം 42, 43 വാക്യങ്ങൾ വായിക്കുമ്പോൾ യോസേഫിൻ്റെ സ്ഥിതി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ സ്ഥിതി എവിടെ നിന്നാണ് മാറുന്നത്? കാരാഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ വീട്ടുതടങ്കലിൽ നിന്ന് അവൻ്റെ സ്ഥിതി രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട്, മേലധികാരിയായിട്ട് മാറുകയാണ്. യോസേഫേ, സഹോദരന്മാർ പഴിച്ചാലും, സഹോദരന്മാർ പൊട്ടക്കിണറിൽ ഇട്ട് കളഞ്ഞാലും, അടിമയായി വിറ്റാലും, അവൻ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വേദന അനുഭവിച്ചാലും, കാരാഗ്രഹത്തിലേക്ക് തള്ളപ്പെട്ടാലും ദൈവം തന്ന വാഗ്ദത്തം ദൈവം മറന്നുപോകത്തില്ല. ദൈവം നമ്മുടെ മേൽ പറഞ്ഞിരിക്കുന്ന സ്വപ്നങ്ങൾ, നിയോഗങ്ങൾ ദൈവം മാറിക്കളയത്തില്ല. അത് നിറവേറ്റുക തന്നെ ചെയ്യും. 41-ാം അധ്യായം 41, 2, 3, 42, 43 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരമൂരി യോസേഫിൻ്റെ കൈക്കിട്ടു. ഹല്ലേലൂയ. രണ്ടാമത്തെ പദം, അവൻ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിൽ ഇട്ടു. തൻ്റെ രണ്ടാം രഥം അവനെ കയറ്റി മുട്ടുകുത്തുവീനെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സീസൺ അങ്ങ് ഒത്തിരി പ്രതിസന്ധിയിലൂടെയും അങ്ങ് ഒത്തിരി പ്രതികൂലത്തിലൂടെയും സഞ്ചരിച്ചൊരു വ്യക്തിയായിരിക്കാം. താഴ്ത്തപ്പെടുന്നതിൻ്റെ പരമാവധി താഴ്ത്തപ്പെട്ട് കാണും.
ആമേൻ, സ്തോത്രം. ഒത്തിരി ഒതുങ്ങിക്കാണും, ഒത്തിരി അപമാനിച്ച് കാണും, ഒത്തിരി അപമാനങ്ങൾ കേട്ട് കാണും. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നും നമ്മെ അതേ സ്ഥിതിയിൽ തുടരാൻ അനുവദിക്കത്തില്ല. യോസഫ് ആമേൻ അനുഭവിച്ചു വന്ന ഓരോ വിഷയങ്ങളെയും ദൈവം അറിയുന്നുണ്ട്. യോസഫിനെ എവിടെ വായിക്കുന്നത് ഇങ്ങനെ, അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി മാറ്റി. അങ്ങ് ഒത്തിരി പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, വലിയ ദൈവപ്രവൃത്തി അങ്ങയുടെ ലൈഫിൽ നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ, നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ. അതേ, മാറി മാറിയുള്ള പ്രതിസന്ധി എന്നെ വലിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ തല താഴ്ന്നുകൊണ്ടിരിക്കുന്നു, എന്താണ് വിട്ടുമാറാതെ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യം ഒരു പക്ഷെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, സകലത്തിനു മേലധികാരിയാക്കി മാറ്റിയ യോസഫിനെ സകലത്തിനു മേലധികാരിയാക്കി മാറ്റിയ ഒരു ദൈവത്തിൻ്റെ കരം അവനോട് കൂടെ ചലിച്ചുവെങ്കിൽ പ്രാർത്ഥനയോടെ ആമേൻ, സ്തോത്രം, സംഘർഷങ്ങൾ അനുഭവിക്കുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ ആമേൻ ചെറുപുഞ്ചിരിയോട് അതിനെ ഒന്ന് ആമേൻ സ്വീകരിച്ച് ആമേൻ നാം ഒന്നും ഉരിയാടാതെ മിണ്ടാതിരുന്ന ദൈവമെന്നറിയാൻ നാം താല്പര്യപ്പെടുന്നുവെങ്കിൽ നമ്മളെ ദൈവം ആമേൻ, സ്തോത്രം, വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തി നമ്മെ ആദരിക്കുവാനിടയായി തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. അതേ, ദൈവം അവനെ സ്വപ്നത്തിലേക്ക് എത്തിച്ചു. സഹോദരന്മാർ പറഞ്ഞ് അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് അറിയാം. തമ്മിൽ അവർ പറഞ്ഞത്, അവർ തമ്മിൽ ആലോചിച്ചതിനെ മറികടന്ന് ദൈവം കൊടുത്ത സ്വപ്നത്തിൽ യോസഫിനെ ദൈവം എത്തിച്ചു. അങ്ങനെ നമ്മെക്കുറിച്ച് ദൈവം ആലോചിക്കുന്ന പദ്ധതികളിലേക്ക് നമ്മെ ദൈവം എത്തിക്കും. പ്രാർത്ഥനയോടായിരിക്കാം. ഗോഡ് ബ്ലസ് യു. കർത്താവേ, ഇവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.